അത് ക്ഷമയുടെ എതിരുള്ള സ്വഭാവമാണ്. ഇതുപോലെ ഒരാൾ ചോദിക്കാണ്, ഇപ്പൊ എങ്ങനെ സാമ്പത്തിക നിലക്കെ? പറ്റ മോശ അല്ലേ? അങ്ങനെ എല്ലാവരും മറുപടി എന്തേ? ആ ഉഷാറാന്ന് പറഞ്ഞാൽ പിരിവിന് വന്നാലോ എന്നുള്ള പേടിയാണ്. അതുകൊണ്ട് മോശാന്നേ പറയുള്ളൂ, അത് പറയരുത്. ഉള്ളതിന് സിന്ദാബാദ്. അൽഹംദുലില്ലാ. പലരും നാട് വിട്ടുപോയിട്ടുണ്ട് അല്ലേ? കടക്കണിയിൽ കുടുങ്ങി നാട്ടിൽ നിൽക്കാൻ കഴിയാതെ മുങ്ങി നടക്കുന്നവരുണ്ട്. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് അങ്ങാടിയിൽ ഇറങ്ങുന്നതിനൊന്നും തടസ്സമല്ല. വിളിച്ചൂടെ അൽഹംദുലില്ലാ. സാമ്പത്തിക സ്ഥിതി ചോദിച്ചാ പറയണം അൽഹംദുലില്ലാ. ലൈൻ ശകർത്തും, നന്ദി ചെയ്താൽ ലഅസീദന്നക്കും, അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. ഇതുപോലെ കച്ചവടക്കാരെ ആളുകൾ ചോദിക്കും, ഇപ്പൊ എങ്ങനെയുണ്ട് ബിസിനസ്? പറ്റ മോശാണ്. ആരാ ഉഷാറാന്ന് പറയല്? പറയാൻ പാടില്ല. അൽഹംദുലില്ലാ. നമ്മളെക്കാൾ ഗംഭീരമായി കട തുടങ്ങിയ എത്രയോ കച്ചവടക്കാര് പൂട്ടി പാളീസായി പോയിട്ടുണ്ട്. നമുക്ക് ഇന്നും കട തുറക്കാനെങ്കിലും കഴിയുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാ. നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളിൽ നിങ്ങൾ താഴോട്ട് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളെ നിഅമത്ത് വലുതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന് നന്ദി പ്രകടിപ്പിക്കാൻ നമുക്ക് മനസ്സുണ്ടായാൽ അയാൾക്ക് അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ വേറെ കൊടുക്കുന്നു. അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾ ആര് ചോദിച്ചാലും അവിടെ അള്ളാനെ സ്തുതിച്ച് ശുക്ർ ചെയ്ത് നന്ദിബോധത്തോടുകൂടെ പ്രതികരിക്കണം. അള്ളാന്റെ റസൂൽ അതാ നമ്മളെ പഠിപ്പിച്ചത്, മൻ ഊതിയ മഅറൂഫൻ ഫല്യദ്കുറുഹു. ആർക്കെങ്കിലും അള്ളാഹു ഒരു നല്ല അനുഗ്രഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതവൻ എടുത്തു പറയട്ടെ. സാമ്പത്തിക കേസുള്ളത് പറയണം, നിങ്ങൾ പേടിക്കണ്ട. ആരോഗ്യം പറയണം, കുടുംബത്തിന്റെ ക്ഷേമം അത് നമ്മൾ എടുത്തു പറയണം, അൽഹംദുലില്ലാ പറയണം. അങ്ങനെ പറഞ്ഞാൽ ഫമൻ ദക്കറഹു ഫഖദ് ശകറഹു. അതാരെങ്കിലും എടുത്തു പറഞ്ഞാൽ തന്നെ ആ അനുഗ്രഹത്തിന് അവൻ നന്ദി ചെയ്തവനായി. വമൻ കതമഹു ഫഖദ് കഫറഹു. അല്ല ചെയ്ത അനുഗ്രഹത്തെ മൂടിവെച്ച് പറഞ്ഞാലോ അവൻ നന്ദി കെട്ടവനായി. അതുകൊണ്ട് ആ സ്വഭാവം നമുക്കുണ്ടാകരുത്. ആര് നമുക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹത്തെക്കുറിച്ച് ചോദിച്ചാലും അൽഹംദുലില്ലാ എന്ന് പ്രതികരിക്കണം. ഇസ്ലാമിന്റെ സ്വഭാവമാണത്. ഏത് ചെറിയൊരു നിഅമത്തിനും അൽഹംദുലില്ലാ പറയണമെന്ന് മതത്തിലെ നിയമല്ലേ? നോക്ക് നിങ്ങൾ, സാധാരണ നമ്മൾക്ക് സംഭവിക്കുന്ന ഒന്നാണ് തുമ്മുക എന്ന പരിപാടി. അതൊക്കെ ഇപ്പോൾ നിത്യജീവിതത്തിൽ എപ്പോഴും ഒരു ദിവസം കുറേ തവണ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? അത് നന്ദി ബോധമുള്ളവൻ അങ്ങനെ പറയണം. എന്താ കാരണം? തുമ്മുക എന്നതൊരു ചെറിയ സംഗതിയല്ല. അതിന് ചരിത്രപരമായി തന്നെ വലിയ പ്രാധാന്യമുണ്ട്. മഹാനായ അബുൽ ബശർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യന്റെ രൂപമായി 40 കൊല്ലം അല്ലാഹു വെച്ചു. 40 കൊല്ലം പൂർത്തിയായതിന് ശേഷമാണ് അതിലേക്ക് ആത്മാവിനെ സന്നിവേശിപ്പിക്കപ്പെടുന്നത്. ആത്മാവ് ആദം നബി അലൈഹി സ്വലാമിന്റെ ശരീരത്തിൽ പ്രവേശിച്ച ഉടനെ ആദം നബിയിൽ നിന്ന് ആദ്യമുണ്ടായ പ്രവർത്തനം എന്തായിരുന്നു? ഒരൊറ്റ തുമ്മലാണ്. തുമ്മിയ ഉടനെ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം പറഞ്ഞ വാചകം എന്താണ്? അൽഹംദുലില്ലാ. ഈ ശുക്റിന്റെ വാചകത്തിന്റെ സവിശേഷതയാണ്. ആദ്യത്തെ മനുഷ്യൻ ആദ്യം ചെയ്ത പ്രവർത്തനം തുമ്മൽ. ആദ്യത്തെ മനുഷ്യൻ ആദ്യം പറഞ്ഞ വാചകം അൽഹംദുലില്ലാ. ഇനി സ്വർഗത്തിലേക്ക് സത്യവിശ്വാസി കടന്നു ചെന്നാലും അവൻ ആദ്യം പറയുന്ന വാക്ക്, അവൻ അവസാനം പറയുന്ന വാക്കും വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഹംദ്, ശുക്ർ, നന്ദിബോധം ഇത് നിത്യജീവിതത്തിൽ ഉണ്ടാകണം. ഇനി ഇതിന്റെ പുറമെ ശാസ്ത്രീയമായും ഈ ശുക്ർ പ്രകടനം, നന്ദി പ്രകടനം വളരെ ആവശ്യമായ ഘട്ടത്തിൽ തന്നെയാണ്. റസൂലുള്ളാഹി പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുൽ ഉതാസ. തുമ്മുക എന്ന പ്രവർത്തനം അല്ലാഹുവിന് ഇഷ്ടമാണ്. വയക്റഹു തസാഉബ. എന്നാൽ കോട്ടുക, ആവിയിടുക എന്നൊക്കെ പറയുന്ന പ്രവർത്തനം അത് അല്ലാഹുവിന് വെറുപ്പാണ്. രണ്ട് കാര്യം സാധാരണ നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്നത്, അങ്ങനെ വെറുതെ ഇരുന്ന് ആവിയിടും, അത് അല്ലാഹ്ക്ക് വെറുപ്പാണ്. അതിന്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അത് ഫഇന്നമാ ഹുവ മിനശ് ശൈത്വാൻ. അത് പൈശാചികമാണ്. പൈശാചികമാണ്. കാരണം ക്ഷീണം, അലസത, ഉറക്ക്, മടി ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ സാധാരണ ഈ ആവിടൽ. വേറൊരുത്തൻ ആവിടുന്നത് കണ്ടാലും ആവിടും. അതൊക്കെ ക്ഷീണത്തിന്റെയും പൈശാചികമായ സ്വഭാവം.
എന്നാൽ തുമ്മൽ അള്ളാഹ് ഇഷ്ടപ്പെടുന്നു. എന്താ കാരണം? അതൊരു രോഗപ്രതിരോധമാണ്. നമുക്ക് ആരോഗ്യം ഉണ്ടാവാൻ അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല. ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. മാനസികവും ശാരീരികവും ആയ വൃത്തിയും ആരോഗ്യവുമുള്ളവരെയാണ് അള്ളാഹുവിന് താല്പര്യം. അപ്പൊ നമുക്ക് ആരോഗ്യം ഉണ്ടാക്കുന്ന സംഗതിയാണ് തുമ്മൽ. എന്താ തുമ്മൽ ഉണ്ടാവുന്നത്? നമ്മൾ ശ്വാസോച്ഛ്വാസം കഴിക്കുന്ന മൂക്കിലൂടെ എന്തെങ്കിലും സാധനം കടന്നു പോകുമ്പോഴാണ്, അല്ലെങ്കിൽ ആ റൂട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അത് നേരെ കയറിയാൽ എവിടെ വരെ എത്തും? തലച്ചോറിലെത്തും. അത് ശരീരത്തിന് വലിയ ദുരന്തമുണ്ടാക്കും. അങ്ങനെ കയറിപ്പോകുന്ന പൊടിയാകട്ടെ പുകയാവട്ടെ, അതിനെ ഒന്നിച്ചു പുറന്തള്ളാൻ ശരീരം ഒന്നടങ്കം ഒരൊറ്റ ശക്തിയായി പ്രവർത്തിച്ച് തുമ്മിത്തെറിപ്പിക്കുകയാണ്. ഇതാണ് തുമ്മൽ എന്ന് പറയുന്ന കർമ്മം. അതിനുവേണ്ടി എത്രയാണ് ശരീരം ഊർജം ചെലവഴിക്കുന്നത്. തുമ്മുന്ന സമയത്ത് വേറൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ നമുക്ക് കഴിയില്ല. കണ്ണ് തുറന്നു പിടിച്ചുകൊണ്ട് ആർക്കും തുമ്മാൻ കഴിയില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു. തുമ്മുന്നവൻ തുമ്മുന്ന സമയത്ത് അറിയാതെ കണ്ണുപൂട്ടിപ്പോകും. മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കെ ഒരാൾക്ക് തുമ്മാൻ കഴിയില്ല, അത് സ്റ്റക്കാകുന്നു. എത്രത്തോളം നമ്മുടെ നിരന്തരം പ്രവർത്തിക്കുന്ന ഹാർട്ട് വരെ തുമ്മുന്ന സമയത്ത് നിശ്ചലമാണ്. അങ്ങനെ നിശ്ചലമായ ഹാർട്ട് തുമ്മിക്കഴിഞ്ഞിട്ടും ചലിക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നമ്മുടെ ജീവൻ തന്നെ നശിക്കുകയല്ലേ? അതുകൊണ്ട് തുമ്മിയ ഉടനെ നമുക്കതാ വീണ്ടും നമ്മുടെ ശരീരത്തിന്റെ ചലനശേഷി തന്ന അള്ളാനെ മറക്കാൻ പറ്റുമോ? അതുകൊണ്ട് തുമ്മിയാൽ നന്ദിബോധത്തോടെ അൽഹംദുലില്ലാഹ്. ഇത് ഉമ്മമാർ ചെറിയ കുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുക്കണം. തുമ്മുന്ന സമയത്ത് അവരെ കേൾക്കെ അങ്ങനെ പറയുക. തുമ്മുന്നത് കേട്ടവർ അൽഹംദുലില്ലാ പറഞ്ഞവനെ കേട്ടാൽ റസൂലുള്ളാഹി പറയുന്നു അവർക്ക് കടമയാണ് യർഹമുക്കല്ലാഹ് എന്ന് അയാൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം. അങ്ങനെ ഒരാൾ സൗജന്യമായി നമുക്ക് ഇങ്ങോട്ട് ദുആ ചെയ്തു തരുമ്പോൾ പകരം എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് കൊടുക്കേണ്ടത് മാന്യതയാണ്. അതിന്റെ ഭാഗമായി യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹ് ബാലക്കും എന്ന് തുമ്മിയാൾ തിരിച്ച് പ്രാർത്ഥിച്ചു തന്നവന് പ്രാർത്ഥിച്ചു കൊടുക്കണം. ഇങ്ങനെ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാനും കൂടി ഇത്തരം സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്താൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. നന്ദിബോധമാണത്. ഇതുപോലെ ഒരു നേരത്തെ ആഹാരം കഴിക്കുമ്പോൾ അത് തന്ന അല്ലാഹനെ മറക്കരുത്, ബിസ്മി ചൊല്ലണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നന്ദിബോധത്തോടെ അൽഹംദുലില്ലാ പറയണം. കഴിച്ച ആഹാരത്തിന്റെ വേസ്റ്റ് പുറന്തള്ളാൻ അല്ലാഹു തൗഫീഖ് തരികയാണ്. അതുകൊണ്ട് മൂത്രപ്പുരയിൽ നിന്ന് പുറത്തു പോരുമ്പോൾ, ടോയ്ലറ്റിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഗുഫ്രാനകൽ ഹംദുലില്ലാഹ് അല്ലാഹുവിന് ശുക്ർ ചെയ്യുകയാണ്. ഇങ്ങനെ ജീവിതത്തിലുടനീളം നന്ദിബോധത്തോടുകൂടെ പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പരത്തി പറയുന്നില്ല സഹോദരങ്ങളെ, അല്ലാഹ്ക്ക് നന്ദി പ്രകടിപ്പിക്കുന്നതോടൊപ്പം ജനങ്ങളോടും നമുക്ക് നന്ദിബോധം വേണം. ഈ പറഞ്ഞൊക്കെ അള്ളാഹിനോടുള്ള നന്ദിയുടെ ചെറിയ ചില സാമ്പിളുകളാണ്. ജനങ്ങളോടും നന്ദി വേണം. തിരുനബി പറയുന്നു അഷ്കുറുക്കും ലില്ലാഹി അഷ്കുറുക്കും ലിന്നാസ്. നിങ്ങളിൽ അള്ളാഹുവിനോട് ഏറ്റവും നന്ദിബോധം കാണിക്കുന്നവൻ ആരാണ്? ജനങ്ങളോട് നന്നായി നന്ദി പ്രകടിപ്പിക്കുന്നവനാണ്. നമുക്കൊരു ഗുണം ആര് ചെയ്തു തന്നാലും അതിന് നന്ദി കാണിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു സ്വഭാവമാണ്. പക്ഷേ പലർക്കും അതിന് കഴിയൂല. ഞാനൊരു ഉദാഹരണം പറയാം. ഒരാൾ നമ്മളെ റോട്ടുമ്മൽ ഇങ്ങനെ കാത്തുക്ക, ബസ് വരുമോ, നമുക്കാണ് വലിയ തിരക്കുണ്ട്. അപ്പോൾ രാജാര് വന്നു, അയാൾ നമ്മളെ കാറിൽ കയറ്റി റെയിൽവേ സ്റ്റേഷനിലായിട്ട് ഇറക്കിയിട്ട് തന്നു. എന്നാ നമ്മളെ സ്ഥിതി എന്താ? ഒരൊറ്റ പോക്ക. ആ പോക്കുണ്ടാ തോന്നും ഇത് ഓന്റെ ഡ്രൈവറാണ് ഇവനോട് ഇറക്കിയിട്ട് കൊടുത്തത്. തിരിഞ്ഞു നോക്കി എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? നമ്മൾ നന്ദി പറയണം. എങ്ങനെ നന്ദി പറയേണ്ടത്? ശുക്രൻ എന്നാണോ? താങ്ക് എന്നാണോ? ഇതൊന്നുമല്ല. പിന്നെയോ ജസാക്കുമുല്ലാഹു ഖൈറാ ഒന്ന് പറഞ്ഞു നോക്കി എല്ലാവരും നാവുകൊണ്ട്. ജസാക്കുമുല്ലാഹു ഖൈറാ മുഅ്മിനായ മനുഷ്യന്റെ നന്ദി പ്രകടനമാണ്. മനുഷ്യർ ഒരു നിഅമത്ത് നമുക്ക് ചെയ്തു തന്നാൽ ഉടനെ പറയണം ജസാക്കുമുല്ലാഹു ഖൈറാ. എന്ത് അനുഗ്രഹം തന്നാൽ ഇത് വലിയൊരു സ്വഭാവമാണ്. എത്ര സന്തോഷം ഉണ്ടാവും പറയും. ഒരാൾക്ക് ഒരു നിയമത്ത് ചെയ്തു കൊടുത്ത് അയാൾ അതിന് നന്ദിയായി ഇങ്ങോട്ട് ദ്വാരം നമുക്ക് വലിയ സമാധാനമാണ്. അവിടെ മിണ്ടാതെ ഇറങ്ങിപ്പോകുന്ന സ്വഭാവം. നമ്മൾ പേന വാങ്ങും ആളുകളോട് എഴുതാൻ വേണ്ടി. എഴുതി കഴിഞ്ഞാലോ നമ്മൾ എന്ത് ചെയ്യും? ആ പേന കീശയിൽ തരും. നന്ദി പ്രകടിപ്പിക്കുന്നതിന് പകരം ആ പേന കീശമേ കുത്തിപ്പോവാണ്. അതുകൊണ്ട് തന്നെ ആര് പെണ്ണ് ചോദിച്ചാൽ എങ്ങനെ കൊടുക്കാവൂ? ടോപ്പ് ഊരിയിട്ടേ കൊടുക്കാവൂ. ടോപ്പ് നിങ്ങളെ കൈ വെക്കുക.
എന്നാൽ അവരിങ്ങനെ കീശമ ഇങ്ങനെ വരക്കും കുറെ. അപ്പോഴാ ബോധം വരിക, ഇത് എന്റെ പെന്നല്ലല്ലേ, ഇതാണ് ടോപ്പ് കാണാത്തത്. അപ്പൊ നമുക്ക് തിരിച്ചു തരും. നമ്മൾ ശുക്ർ പറയലുണ്ടോ? ഇല്ല. പേന വാങ്ങി എഴുതിയാൽ എന്തു പറയണം? ജസാക്കുമുല്ലാഹു ഖൈറാ. ഇതാണ് മുഅ്മിനായ മനുഷ്യൻ, ജനങ്ങളോട് നന്ദിയുള്ളവനാവണം. നമുക്കാരെങ്കിലും കടം തന്നാൽ അതിന് നന്ദി കാണിക്കണം. നബിസല്ലല്ലാഹു പറഞ്ഞു, നിങ്ങൾ കടം വീട്ടുമ്പം നന്നായി വീട്ടുക. നിങ്ങൾ ഒരാളോട് 1000 രൂപ കടം വാങ്ങി, എന്നാൽ 1100 രൂപ കടം വീട്ടുമ്പം കൊടുത്താൽ അത് പലിശയല്ല. അങ്ങനെ കിട്ടണമെന്ന് ആശിച്ചുകൊണ്ട് കൊടുക്കുന്നത് പലിശയാകും, കരാറുണ്ടാക്കുന്നത് പലിശയാകും. എന്നാൽ ഇങ്ങോട്ട് തരുന്നതിനേക്കാൾ മെച്ചമായിട്ടാണ് അങ്ങോട്ട് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത്. നമ്മളോ കടം വാങ്ങിയാൽ പിന്നെ കടം തന്നോനെ കണ്ടാ നമുക്ക് വെറുപ്പാ. അല്ല, നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ച തരാന്നല്ലേ പറഞ്ഞത്, അത് ഞാൻ അങ്ങോട്ട് തരൂല, ഇങ്ങനെ ചോദിക്കണം അല്ലേ? കടം തന്നവനോട് വെറുപ്പ്, അതിന് നന്ദി കാണിക്കൂല. കൃത്യമായിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ ഒരു നല്ല വാക്കെങ്കിലും പറയണ്ടേ? അവനെ മുങ്ങി നടക്കുന്ന സ്വഭാവം നമുക്കുണ്ടാവാൻ പാടില്ല. നമ്മളിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്, നമ്മളെ താടിയും തലയെക്കെട്ടും പ്രായവും പള്ളിയൊക്കെ കണ്ടിട്ട് ഒരാൾ, അല്ല ഉസ്താദ് ഇവിടെ ഇരുന്നോളൂ അല്ലേ, അങ്ങനെ നമ്മളെ പിടിച്ചവിടെ ഇരുത്തി, നമ്മളോ എന്നെ പോലത്തോലെ കണ്ടാൽ നീയൊക്കെ എഴുന്നേറ്റിരിക്കേണ്ടതല്ലേ എന്ന ഗമയോടുകൂടി ഒരു ഇരുത്തം. അല്ല, ജസാക്കുമുല്ലാഹു ഖൈറാ, ആ സാധുവിനോട് പറയാൻ നമുക്ക് നാവ് വേണം, മനസ്സ് വരണം. ഇതാണ് നന്ദിബോധം. ഇങ്ങനെ എന്തെല്ലാം ജീവിതത്തിൽ നമ്മൾ അനുഭവപ്പെടുന്ന വിഷയങ്ങൾ, അവിടൊക്കെ നമുക്ക് നന്ദി ചെയ്യാൻ കഴിയണം. നമുക്ക് തൊഴിലില്ലാതെ നടക്കുമ്പം ഒരാൾ നമ്മളെ ഗൾഫിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം നമ്മളെയും കൂടി ഒരു പാർട്ട്ണറാക്കുകയാണ് അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ. എന്നാൽ നമ്മൾ പിന്നെ അതൊക്കെ പഠിച്ചു മനസ്സിലാക്കിയിട്ട് പതുക്കെ നമ്മളെ കൊണ്ടുവന്ന ആളെ എങ്ങനെ ഈ ബിസിനസ് നിന്ന് പുറത്താക്കാൻ കഴിയും? ഇതല്ലേ നമ്മളുടെ ബിരുദ്. സുബ്ഹാനല്ലാഹ്, എത്ര നന്ദികെട്ട പെരുമാറ്റമാണത്. നമ്മളൊരാളെ കൂടെ ജോലി പഠിക്കാൻ പോകുന്നു, പ്ലംബിംഗ് ആവട്ടെ, വയറിംഗ് ആവട്ടെ, ഇനി വാർപ്പിന്റെ ജോലിയാവട്ടെ, അയാൾ നമ്മളെ ജോലിയൊക്കെ പഠിപ്പിച്ച് ഇങ്ങനെ വലുതാക്കി കൊണ്ടുവന്ന് പെട്ടെന്ന് അയാളെ സമ്മതമില്ലാതെ നമ്മൾ പുതിയൊരു കമ്പനി തുടങ്ങുകയാണ്. ആ സമയത്ത് സഹോദരാ, അതൊരു നന്ദികേടായി മാറരുത്. അദ്ദേഹത്തിന്റെ അനുമതിയും സമ്മതവും വാങ്ങിയിട്ടായിരിക്കണം. ഇങ്ങനെ ജനങ്ങളോട് നന്ദി കാണിക്കാൻ നമുക്ക് കഴിയണം. അഷ്കറുക്കും ലില്ലാഹി, അള്ളാഹുവോട് ഏറ്റവും നന്ദിയുള്ളവൻ അഷ്കറുക്കും ലിന്നാസ്, ജനങ്ങളോടും നന്നായി നന്ദി കാണിക്കുന്നവനാണ്. എല്ലാവരോടും നന്ദിയുള്ളവരാവണം. പറയട്ടെ എന്റെ ഉമ്മമാരെ, നിങ്ങളും വളരെയധികം നന്ദിബോധമുള്ളവരാകണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലൊരു പ്രഭാഷണത്തിൽ പറഞ്ഞു, സ്ത്രീകളെ പ്രത്യേകം വിളിച്ചുകൊണ്ട്, അക്സിർന മിനസ്സദഖാ, സ്ത്രീകളെ നിങ്ങൾ സ്വതക്ക ചെയ്യൽ വർദ്ധിപ്പിക്കണം, ധാരാളം സ്വതക്ക ചെയ്യുക. എന്താണ് കാരണമെന്നല്ലേ? ഫഇന്നകുന്ന അക്സറു അഹ്ലിന്നാർ, നരകത്തിൽ ആണുങ്ങളെക്കാൾ ഭൂരിപക്ഷം പെണ്ണുങ്ങൾക്കാണ്. ആണുങ്ങളെക്കാൾ കൂടുതൽ നരകത്തിൽ സ്ത്രീകളാണ്. അള്ളാഹു നമ്മളെ ഉമ്മമാരെയും പെൺമക്കളെയും സഹോദരിമാരെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഇത് പറഞ്ഞപ്പോഴാ കാലത്ത് ഹിദാഹുന്ന, കൂട്ടത്തിൽപ്പെട്ട ഒരു സഹോദരി വല്ലാതെ പേടിച്ച് പ്രസംഗത്തിന്റെ ഇടയിൽ തന്നെ അവർ എഴുന്നേറ്റ് ചോദിക്കുകയാണ്, നബിയേ, വലിമയാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇത്രയും അധികം നരകത്തിലെത്തിപ്പോകുന്നത്? റസൂലുള്ളാഹിന്റെ മറുപടി, ഇന്നകുന്ന അങ്കറുന്നാസി ലിനിഅമതിഹി, അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെ നന്ദികേട് കാണിക്കുന്ന ഒരു വിഭാഗം പെണ്ണുങ്ങളെപ്പോലെ വേറെയില്ല. അതാണ്, പെണ്ണുങ്ങളാണ് ഏറ്റവും അധികം നന്ദിബോധമില്ലാത്തവരാകുന്നത്. ഇത് പറഞ്ഞപ്പം സദസ്സിൽ ഒരു ആണിന് സംശയം. ഇപ്പൊ കാല റജുലുൻ, ഒരു പുരുഷന്റെ ചോദ്യം, വഅദിന്റെ സദസ്സാണ്. വമാ ബിഹിന്ന മിനൽ കുഫരി മിനൻ നിഅമ, നബിയെ, എന്താണ് സ്ത്രീകൾ നന്ദിയില്ലാതെ പെരുമാറുന്നു എന്നവിടുന്ന് പറയാനുള്ള കാരണം? റസൂലുള്ള പറഞ്ഞു, യതസവ്വജുർ റജുലു ഇഹ്ദാഹുന്ന, അതിപ്രകാരമാണ്, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നു, വലം തംലിക് ശൈആ, ആ സമയത്ത് സ്ത്രീയുടെ ഉടമസ്ഥയിൽ ഒന്നും ഇല്ല, ഫയുഹ്സിനു ഇലൈഹാ, ആ സ്ത്രീയോട് വളരെ സ്നേഹത്തോടെ നന്മ ചെയ്ത് ആ പുരുഷൻ ജീവിക്കുന്നു, ഹത്താ യുത്ഇമഹാ വയുൽബിസഹാ, അവൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നു, നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു, താമസിക്കാൻ ഒന്നാന്തരം വീട് നിർമ്മിച്ചു നൽകുന്നു. അങ്ങനെ എല്ലാ സജ്ജീകരണത്തോടെ സന്തോഷത്തോടെ ജീവിതം നയിക്കുമ്പോഴതാ ഫൈൻ കാനത്ത് ബൈനഹുമാ തഹാബുറുൻ,
എന്തെങ്കിലും ഒരു ചെറിയ സൗന്ദര്യ പ്രശ്നമുണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം തുടങ്ങി ഭാര്യയും ഭർത്താവും തമ്മിൽ. ആ സമയത്ത് ഭാര്യയുടെ നാവ് കൊണ്ട് പറയുന്ന വാക്കെന്താണ്? മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് നന്മ ചെയ്തിട്ടുണ്ടോ? ഒരു ചോദ്യം ഉണ്ടാവും പെണ്ണുങ്ങൾക്ക്. എല്ലാം ചെയ്തു കൊടുത്താലും ആ പറഞ്ഞ സാരി വാങ്ങിക്കൊടുത്തില്ല, അതല്ലെങ്കിൽ ആ പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയില്ല. എന്നാ ഒരൊറ്റ പറച്ചില്ല ഹജ്ജിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ അവളെ, എന്നാലും അവളെ എന്താ പറയുക, നിങ്ങൾ എന്നെ ഏട്ടെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ എന്ന്, അല്ല നിങ്ങൾ എന്തേലും വാങ്ങിത്തരലുണ്ടോ എനിക്ക്? ഈ ഒരൊറ്റ വാക്ക് ഇത് അങ്ങേയറ്റത്തെ നന്ദി കെട്ട വാക്കാണ്. എന്നിട്ട് തിരുനബി പറഞ്ഞു, വലിദാലിക ഹുന്ന ഹതബുസ് സഗീർ, ഇതുകൊണ്ടാണ് സ്ത്രീകൾ നരകത്തിന്റെ വിറകുകളായി മാറിയിട്ടുള്ളത്. ഉമ്മമാരെ, നമ്മൾ സൂക്ഷിക്കണം, ചിന്തിക്കണം. ഭർത്താക്കന്മാര് ചെയ്തു തരുന്ന നിഅമത്ത് ചില്ലറയല്ല. ഒരു പുരുഷന്റെ കീഴിലല്ലാതെ ഒറ്റക്കൊരു പെണ്ണിന് സുരക്ഷിതത്വത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നല്ല വീട് നിങ്ങൾക്കുണ്ട്, പണമുണ്ട്, എല്ലാ സജ്ജീകരണങ്ങളും ഭൗതിക സാഹചര്യവുമുണ്ട്. എന്നാലും ഒരു പെണ്ണിന് ഒറ്റക്കൊരു വീട്ടിൽ ഒരു ഭർത്താവിന്റെ തുണയില്ലാതെ, ഒരു പുരുഷന്റെ കൈക്കു കീഴിലല്ലാതെ എന്ത് സമാധാനമാണ് ലഭിക്കുക? നിങ്ങൾക്ക് ഉറക്കം വരുന്ന രാത്രികൾ ഉണ്ടാകുമോ? അള്ളാഹു നിങ്ങളെ സംരക്ഷണം ഏൽപ്പിച്ചത് പുരുഷന്മാരെ കൈകളിലാണ്. അത് നിർവഹിക്കുന്ന പുരുഷനോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, നന്ദി പ്രകടിപ്പിക്കണം. ആ നന്ദി പ്രകടനം എങ്ങനെയാണ്? നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന നിങ്ങളെ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ നന്ദിയുള്ള പെരുമാറ്റം കാണിക്കണം. അതിന്റെ പ്രായോഗിക വശം അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. സയ്യിദത്തുന ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ച് തിരുനബി പഠിപ്പിക്കുന്നു, ഫാത്തിമ, നിന്റെ ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നീ എങ്ങനെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടത്? പുഞ്ചിരിക്കുന്ന മുഖത്തോടെ പൂമുഖത്തേക്ക് കടന്നു വന്നുകൊണ്ട്, അന്യരാരും ഇല്ലെങ്കിൽ ഭർത്താവ് മാത്രമാണ് വരുന്നത്, നാം മുന്നിലേക്ക് കടന്നു വന്ന് കൈപിടിച്ചുകൊണ്ട് ഭർത്താവിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. സുബ്ഹാന ജല്ല ജലാലു. ഇതൊക്കെ ഇപ്പൊ നമ്മളെ ഭാര്യമാരോട് പറഞ്ഞാൽ അതിന് നിങ്ങൾ വേറെ നോക്കണം. നാ വേറെ നോക്കട്ടെ എന്ന് പറഞ്ഞാലോ വാളൂഹ്യം ചെയ്യും. ഇതാ സ്ഥിതി. പിന്നെ ഓളെന്താ പറയാ? അതിന് നമ്മൾ വെറുതെ കയറി വന്നല്ലോ, നമ്മൾ വരുമ്പോ എന്തും കൊണ്ടുവന്നിട്ടുണ്ട്, 100ഉം 100ഉമായിട്ട് വന്നോളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇറങ്ങിച്ചെന്ന് സ്വീകരിക്കേണ്ടവളല്ല. ഉമ്മമാരെ, പണം കൊടുത്ത് സ്നേഹം വാങ്ങാൻ കഴിയില്ല. ലൗ അൻഫഖത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, ഭൂമിയിലുള്ള മുഴുവൻ സ്വത്തും കൊടുത്താലും ജനഹൃദയങ്ങളിൽ രഞ്ജിപ്പും സ്നേഹവും നിർമ്മിക്കാൻ കഴിയില്ല. സ്നേഹം കൊടുത്തു വേണം സ്നേഹം തിരിച്ചു പിടിക്കാൻ. ഒരു ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പം അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. ഒരു പക്ഷേ ഒരു ബസ്സിലെ കണ്ടക്ടറായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹോട്ടലിലെ സപ്ലയർ ആയിരിക്കാം, വേറെ ഏതെങ്കിലും ഒരു പച്ചക്കറി കടയിലായിരിക്കാം, മീൻ മാർക്കറ്റിലായിരിക്കാം. പലയിടത്തുമാണ് നിങ്ങളെ ഭർത്താവ് കുടുംബത്തിന്റെ ജീവിത പ്രാരാബ്ദങ്ങളെ ചുമലിലേറ്റ് തൊഴിലെടുക്കുന്നത്. ആ തൊഴിൽ വേളകളിലും അങ്ങോട്ടുള്ള യാത്രയിലും മുതലാളിമാരോടും ഉപഭോക്താക്കളോടുള്ള പെരുമാറ്റത്തിലൊക്കെ എന്തൊക്കെ വിഷമങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ടാവും, പറയാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ഹോട്ടലിലെ സപ്ലയർ മാത്രം നിങ്ങൾ ചിന്തിച്ചു നോക്കി. അയാൾ ഒരു ദിവസം നടക്കുന്നതിന് ഇത്ര ഉണ്ടാവും എന്ന് പറയും. ഓട്ടോറിക്ഷയ്ക്ക് വെക്കണ ആ മീറ്റർ ഒന്ന് മൂപ്പരെ കാൽമേൽ വെച്ച് നോക്കിയാൽ വൈകുന്നേരം കൂട്ടി നോക്കി എത്ര കിലോമീറ്റർ ഉണ്ടാവും. ചില ഹോട്ടലൊക്കെ അങ്ങനെ വലിയ വലിപ്പം ഉണ്ടാവും. അത് അവിടെ പോയി എടുത്തുണ്ടോന്ന് ഇവിടെ ഒരു ചായ കൊടുക്കണം. ചായ കൊടുത്തതിൻ്റെ ശേഷം ചൂടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് കൊണ്ടുപോകണം. മധുരം പോരാറിന് അതിന് പിന്നെ അടക്കണം. ഇങ്ങനെ നടന്ന് ഈ മനുഷ്യൻ വേറൊരു ചങ്ങായി അതിൻ്റെ അടുക്ക് കയറും. ഓൻ കയറിയിട്ട് എന്താ പറയാ, ഓന് പൊറാട്ട കൊടുത്ത് നോക്കുമ്പോൾ ഒന്ന് കട്ടി കുറഞ്ഞു, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോയി, അതിന് ചീത്ത പറയുകയാണ്. ഉച്ചയായി നോക്കുമ്പോൾ ചോറുന്നണ അവിടെ ഭയങ്കര പാട്. ആൾക്കാരെ ചൂടിന്റെ പുറമെ ചോറിന്റെ ചൂടും തിരക്കും ഒക്കെപ്പാടായിട്ട് ഇതിൻ്റെ അടുക്ക് കുറ്റം മുഴുവൻ ആർക്കാ സപ്ലർക്ക്. ഈ സാധു മറ്റോലും എടുത്തു കൊടുക്കണ കൊണ്ടുകൊടുക്കണ ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ ബോധം അവരെ ചീത്ത പറയുന്ന നമുക്ക് പലപ്പോഴും ഉണ്ടാവില്ല. അവരിത് കൊടുക്കണ തരില്ലേ, നമ്മൾ അവരെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. അവസാനം നട്ടുച്ച നേരത്ത് ഇതാവൂല, ഈ പണി ഇനി മതിയാക്കുകയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരാണ് ഈ തൊഴിലാളി. അങ്ങനെ കാഷ്യറുടെ മേശയുടെ സമീപത്തെത്തുമ്പോഴതാ അവന്റെ മനസ്സിലൊരു ചിത്രം തെളിയുന്നു. വൈകിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ അരിയും മത്സ്യവും പച്ചക്കറിയുമായി ഞാൻ കയറി വരുന്നത് കാത്തു നിൽക്കുന്ന എന്റെ ഭാര്യയുടെ മുഖം.
എന്റെ മക്കളുടെ മുഖം, ആ മുഖം മനസ്സിലേക്ക് വരുന്നതോടെ ഈ പ്രയാസം മുഴുവനും സഹിച്ച് വീണ്ടും ജോലിയിൽ തുടരാൻ അയാൾ തിരിച്ചു വരുന്നു. ഓരോ തൊഴിലാളിയും ഓരോ ഭർത്താവും കുടുംബത്തിനു വേണ്ടി എത്രയാണ് കഷ്ടപ്പെടുന്നത്. വിദേശത്ത് ചെല്ലുന്നവരൊക്കെ നിങ്ങൾ കരുതും പോലെ കൊട്ട കൊണ്ട് ചാക്കിലേക്ക് റിയാല് കോരിയിടുകയല്ല. ചുട്ടുപൊള്ളുന്ന ചൂടാണ്, അല്ലെങ്കിൽ അതികഠിനമായ തണുപ്പാണ്. പ്രകൃതിയോട് യോജിച്ചതല്ല, മലയാളിയുടെ ശരീരത്തോട് യോജിച്ചതല്ല. അതിനോട് മല്ലിട്ട് പല സ്പോൺസർമാരുടെയും ആട്ടും തുപ്പുമേറ്റ് 10, 12, 14 മണിക്കൂർ കഠിനാധ്വാനം ചെയ്ത് ചോര നീരായി അധ്വാനിക്കുന്ന ഭർത്താക്കന്മാരാണ് ഇവർ. നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ അവരെ മനസ്സിലുള്ള ഉരുണ്ടുകൂടിയ വേദനയുടെ, അസ്വസ്ഥതയുടെ കാർമേഘങ്ങളൊക്കെ വശ്യമായ പെരുമാറ്റത്തിന്റെ മുമ്പിൽ പെയ്തിറങ്ങിപ്പോകണം. അതാണ് നന്ദിയുള്ള ഭാര്യയുടെ പെരുമാറ്റം. അള്ളാന്റെ ഹബീബ് മകളോട് ഉപദേശിച്ചതാണ്. വീട്ടിലേക്ക് ഭർത്താവ് കയറി വരുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു കൊണ്ടുപോകണം. അങ്ങനെ ഒരു പെണ്ണ് പെരുമാറിയാൽ എത്ര കഷ്ടപ്പെട്ടാൽ എന്താ, ഇവർക്ക് വേണ്ടിയല്ലേ, ഒരു പ്രയാസം തോന്നൂല. വേറെ ചില പെണ്ണുങ്ങളുണ്ട്, എന്താ ഭർത്താവ് വരുന്നുണ്ടെന്ന് കേട്ടാൽ ഇവർ വേഗം പോയിട്ട് അകത്തടെ കിടക്കും. ഓൻ വിളിച്ചു നോക്കി, ബെല്ലടിച്ചു നോക്കി, ഒരു വിവരമില്ല. വാതിലിന് മുട്ടി നോക്കി, തച്ചു നോക്കി, ഒരറിവുമില്ല. പിന്നെ അവസാനം തള്ളി തുറന്ന് റൂമിൽ നിന്ന് ഉരുട്ടി നോക്കി, ഇവളുണ്ടോ ഉണരുന്ന്. ഉറങ്ങുകയാണെങ്കിലല്ലേ ഉണരുക, ഉറക്കഭിനയിക്കുക. അപ്പൊ നുള്ളി നോക്കി, അപ്പോൾ ഓ നിങ്ങളെപ്പേ വന്ന് വല്ലാത്ത തലവേദനയായിട്ട് കിടന്നതാ. മൂപ്പരെ കാണുമ്പോൾ ഒരു വേദനയും ഒരു തലവേദനയും ഒരു പുകലും കൊയ്യലും. എന്നിട്ട് ഓളെ വിചാരം എന്താ, ഞാനിങ്ങനെ സുഖമില്ലാന്ന് അഭിനയിച്ചാൽ മൂപ്പരെന്നെ വല്ലാതെ സ്നേഹിച്ച് ഇങ്ങനെ കൊണ്ടെടുക്കുന്ന. നിങ്ങൾക്കറിയോ, ഇത് ഈ അറക്കാൻ കൊണ്ടാണോ മൂരിക്കുട്ടന്മാരെ മാതിരിയാണ്. ചില മൂരിക്കുട്ടന്മാരുണ്ട്, നമ്മൾ പോറ്റുന്ന കുട്ടന്മാരെ, ഇതിനെ കൗത്തുകെട്ടി ഇങ്ങനെ കയറും വലിച്ചു പോകുമ്പോൾ അവിടെ കിടക്കും. പിന്നെ വാലൊക്കെ പിടിച്ച് തിരുമ്പി പിന്നെ ലേശം പിന്നെയും കിടക്കും. ഇതിന്റെ മുതലാളി എന്താ ചെയ്യാന്നറിയ, നിങ്ങൾ വേഗം കശാപ്പുകാരനാട് കൊടുക്കല എന്ന മാതിരി ഭർത്താവിനെ കണ്ടാ കുഴഞ്ഞു വീണ പെണ്ണുങ്ങളെ വേഗം പിടിച്ചിട്ട് ഇടത്തന്നെ കൊടുക്കണം, അമ്മോശനെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇതല്ല നല്ല സ്വഭാവം. ഭർത്താവ് വരുമ്പോൾ തന്റെ വിഷമങ്ങളും സങ്കടങ്ങളും മറച്ചുവെച്ച് ഭർത്താവിന് സേവനം ചെയ്യാൻ തയ്യാറായാൽ നിങ്ങളെ ഭർത്താവിന്റെ സ്നേഹവും അദ്ദേഹത്തിന്റെ സാന്നിധ്യവും നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കുന്നു. മനസ്സ് നിങ്ങളെ കൂടെ ഉണ്ടാകുന്നു. ആ രീതിയിലാണ് പെരുമാറേണ്ടത്. എന്നിട്ട് റസൂലുള്ള പറയുന്നു, റൂമിലെത്തിക്കഴിഞ്ഞാൽ നിന്റെ ഭർത്താവിന്റെ മേൽത്തട്ടം നീ വാങ്ങി അയലിൽ വെക്കുക. ഡ്രസ്സ് മാറുമല്ലോ, നമ്മൾ തന്നെ മാറി വെക്കാനേ ഉള്ളൂ. പക്ഷേ നബി പറയാ മകളോട്, അത് നീ വാങ്ങി അവിടെ വെക്കുക. എന്താ പൈലൊക്കെ ഉള്ളത്? സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയാണ്. അങ്ങനെയാണ് ഭർത്താവിനോട് പെരുമാറേണ്ടത്. ഭർത്താവ് ചെരിപ്പഴിച്ചു വെച്ചാൽ അത് സൂക്ഷിക്കേണ്ടയിടത്ത് നീ എടുത്തു വെക്കുക. ശേഷം വീട്ടിലെന്താണോ വിഭവമുണ്ടാക്കിയത് ആ ആഹാരം നീ കൊണ്ടുകൊടുക്കുക. ഒരിക്കലും ബുദ്ധിയുള്ള ഉമ്മമാര്, ഭാര്യമാർ ഭർത്താവിനോട് നിങ്ങൾക്ക് ചോറ് വേണോ, നിങ്ങൾക്ക് ചായ വേണോ, വെള്ളം വേണോ, ഈ ശൈലിയിൽ ചോദിക്കുകയില്ല. ഈ ചോദ്യം ആരുടേതാണ്? ഇത് ഹോട്ടലിൽ സപ്ലയർ ചോദിക്കേണ്ടതാണ്. ഭാര്യ സ്നേഹമുള്ളവളാണ്. അവൾ പറയേണ്ടത്, ഞാൻ വെള്ളമെടുക്കുകയാണ്, ഞാൻ ചായ പാരുകയാണ്, ഞാൻ ചോറ് വിളമ്പുകയാണ്, നിങ്ങൾ തിന്നണമെന്നാണ് എൻ്റെ താല്പര്യം. ഈ ആഗ്രഹത്തോടെ ആയിരിക്കണം സംസാരിക്കേണ്ടതും കൊടുക്കേണ്ടതും. ഭർത്താവ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചാരത്തിരിക്കുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേൾക്കുക, അനുസരിക്കുക. ഇങ്ങനെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഭർത്താവിനെ പരിചരിക്കാനും അയാളെ സന്തോഷിപ്പിക്കാനും കഴിയുന്ന ഭാര്യ, അവളാണ് നന്ദിബോധമുള്ള ഭാര്യ. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പർവ്വതീകരിച്ച് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കരുത്. ചില പെണ്ണുങ്ങളൊക്കെ കേസ് പറയുന്നത് കേട്ടാ ചില്ലറ പ്രശ്നമായിക്കത് പറഞ്ഞാട്ട് പ്രണാക്കുക, പിന്നെ ആ കുടുംബത്തിന് അടുക്കാൻ പറ്റാത്ത കോലത്തിലാവുക. അങ്ങനത്തെ ദുസ്വഭാവം നമ്മളെ നാട്ടിലൊറ്റ ഉമ്മമാർക്കില്ല, ഉണ്ടാകുകയും ചെയ്യരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മഹാനായ അബൂ സഈദിനുൽ ഖുദരി റളിയല്ലാഹു തആല നിങ്ങൾ പറയുകയാണ്, ജാഅത്ത് ഇംറഅത്തുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു ഹൈന്ദ. ഞങ്ങൾ തിരുനബിയുടെ സദസ്സിലിരിക്കുമ്പോൾ ഒരു പെണ്ണ് പരാതി പറയാൻ വന്നു. റസൂലുള്ളാഹിയാണല്ലോ കോടതി. അവിടേക്കൊരു സ്ത്രീ വന്നു. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? ഫഖാലത്ത് സൗജി സഫ്വാൻ ബിൻ മുഅത്തൽ. നബിയെ, എന്റെ ഭർത്താവ് സഫ്വാൻ ബിൻ മുഅത്തൽ എന്ന സ്വഹാബി, അദ്ദേഹം യദ്രിബുനി ഇദാ സ്വല്ലൈതു. എന്റെ ഭർത്താവിന്റെ തകരാറെന്താ? നിസ്കരിച്ചാ തല്ലുന്ന മനുഷ്യനാണ്. സുബ്ഹാനല്ലാഹ്. കേട്ടാൽ ഇതിനേക്കാൾ വലിയ ശിക്ഷ വേറെന്താ? വലിയ കുറ്റുണ്ടോ?
ഭാര്യ നിസ്കരിച്ചാൽ തല്ലുന്ന ഭർത്താവ്, അതും ആരാ? സ്വഹാബി. നോക്കണം. പിന്നെയോ തീർന്നില്ല. വയുഫത്തിറുനി ഇദാ സുംതു, ഞാൻ എങ്ങാനും നോമ്പെടുത്താൽ നിർബന്ധിപ്പിച്ച് എന്നെ നോമ്പ് മുറിപ്പിക്കും. എന്തൊരു ഭർത്താവാണ്! വലാ യുസല്ലിൽ ഫജ്ർ ഹത്താ തത്ലുഅ ശംസു, ഇതിന്റെ ഒക്കെ പുറമെ മൂപ്പര് സുബൈ നിസ്കരിക്കണമെങ്കിൽ നേരം വെളുക്കണം. ഇതാണ് എന്റെ ഭർത്താവിന്റെ സ്വഭാവം. എന്നാൽ ഇത് പറയുമ്പോൾ മഹാനായ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ആ സദസ്സിലുണ്ട്. ഭർത്താവിനെ ഇരുത്തിയിട്ടാണ് ഭാര്യന്റെ കേസ്. അതും ആരോട്? ചീഫ് ജഡ്ജിനോട്. എന്താ പറയണത്? നിസ്കരിച്ചാ തല്ലുന്ന പുതിയാപ്പട, നോമ്പ് പോറ്റാ മുറിപ്പിക്കുന്ന ആള്, മൂപ്പരാണെങ്കിൽ സുബൈ നേരം വെളുത്തിട്ടാ നിൽക്കിയിരിക്കുക. നമ്മളൊക്കെ ഈ കേസ് കേട്ടാൽ എന്താ അവിടെ ഇട്ട് കൊടുക്കൂലേ സഫ്വാനെ റളിയല്ലാഹു അൻഹു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സഫ്വാൻ തങ്ങളെ വിളിച്ചു ചോദിച്ചു, എന്താണ് സഫ്വാനെ ഈ പറയുന്നത്? സഫ്വാൻ റളിയല്ലാഹു അൻഹു വളരെ സൗമ്യനായി, ഭാര്യ പറഞ്ഞതിനെ അത്ര ശക്തമായി, അല്ലെങ്കിൽ ഭർത്താവിന്റെ മുമ്പിൽ വെച്ച്, അല്ല ജനങ്ങളെയൊക്കെ മുമ്പിൽ വെച്ച് എന്റെ പേരിൽ കേസ് പറഞ്ഞു എന്ന് പറഞ്ഞ് ചാടി വീണതൊന്നുമില്ല. വളരെ സൗമ്യനായി അദ്ദേഹം വിശദീകരിക്കുകയാണ്, നബിയെ, അമ്മാ ഖൗലുഹാ യദ്രിബുനി ഇദാ സ്വല്ലൈതു, നിസ്കരിച്ചാൽ ഞാൻ തല്ലുമെന്നവൾ പറഞ്ഞല്ലോ, അത് നിസ്കരിക്കണ്ട എന്നും പറഞ്ഞ് തല്ലുന്ന വിഷയമല്ല പറഞ്ഞത്. പിന്നെയോ കേട്ടാൽ അങ്ങനെ തോന്നുക, അവതരണം അങ്ങനെ, നിസ്കരിച്ചാൽ അടി കിട്ടും. പക്ഷേ ആ പറഞ്ഞത് എന്താ സംഭവം? ഫഇന്നഹാ തഖറഉ ബിസൂറത്തൈനി, ഓളതാ നിസ്കരിക്കാൻ നിന്നാൽ 2 സൂറത്താണ് ഓരോ റക്അത്തിൽ ഓതുക. ഞാൻ ഉറങ്ങാൻ വേണ്ടി കാത്തുക്കാണ്, ഓളും വരണം ഉറങ്ങണമെങ്കിൽ. മൂപ്പത്തി ഫാത്തിയോ പിന്നെ അൽബക്കറാർ തുടങ്ങും. അത് കഴിഞ്ഞ് നിർത്തുക, പിന്നെ ആലുംബ്രാനാ തുടങ്ങുന്നത്. ഒരു ഭർത്താവ് അയാളെ സമയം ഒന്ന് കീപ്പ് ചെയ്യണ്ടേ? ഇബാദത്തോട് ഇബാദത്താൻ പറ്റൂലല്ലോ. ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഒക്കെ മറ്റുള്ളവരുടെ അവസ്ഥയും സാഹചര്യമൊക്കെ ഒന്ന് പരിഗണിക്കണ്ടേ? ഇവൾക്ക് നിസ്കാരം തന്നെയാണ്, ഒരു സൂറത്ത് മുതൽ മതിയാക്കൂല, 2ാമത്തെ ഓതും. വഖദ് നഹൈതുഹ, അതാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ വേണ്ട, ഒരാളെ നിസ്കാരം പൂർത്തിയാവാൻ എന്ത് മതി? ഒരു സൂറത്ത് തന്നെ ഓതിയ എമ്പാടുമാണ് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും പിന്നെ ഓളെന്ത് ചെയ്യുക? ഈ 2 സൂറത്ത് ഓതിയൊരു നിസ്കാരം. അപ്പൊ ഞാൻ ചെറുങ്ങനൊന്ന് കൊടുക്കും. ഇപ്പൊ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ശരിയാണല്ലോ ഉമ്മ, ലൗ കാനത്ത് സൂറത്തൻ വാഹിദത്തൻ ലകഫത്തിന്നാസ്, എല്ലാ ജനങ്ങൾക്കും ഒരു സൂറത്ത് മതിയല്ലോ, നിങ്ങൾക്ക് മാത്രം പിന്നെ 2 സൂറത്തിന്റെ ആവശ്യമല്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് റസൂലുള്ളാഹി സമ്മതിച്ചു. അമ്മാ ഖൗലുഹാ യുഫത്തിറുനി ഇദാ സുംതു, നോമ്പ് നോറ്റാൽ നോമ്പ് തുറപ്പിക്കുമെന്ന് അവര് പറഞ്ഞതിന്റെ അർത്ഥം, നബിയെ, അത് റമളാനിലെ നോമ്പല്ല. ഫഇന്നഹാ തന്തലിഖു തസൂമു, അവർ സുന്നത്ത് നോമ്പാണ് എന്നും. ഞാനോ വാന റജുലുൻ ശാബുൻ ഫലാ അസ്ബിറു, ഞാനൊരു യുവാവായ ചെറുപ്പക്കാരനല്ലേ, എന്റെ വിചാരങ്ങൾ അങ്ങനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയൂല. എപ്പം പോലെ വന്നാൽ ഓക്ക് നോമ്പ്, രാത്രി നോമ്പിന്റെ ക്ഷീണവും പകല് നോമ്പും. പിന്നെ ഞാനൊരു ചെറുപ്പക്കാരൻ ഇവിടെ വെറുതെ അങ്ങനെ എന്നുകൊണ്ടെന്താ കാര്യോ? ഞായല്ലേ പറഞ്ഞത്? റസൂലുള്ള പറഞ്ഞു, ശരിയാണ്. ലാ തസൂമുംറത്തുൻ ഇല്ലാ ബിഇദ്നി സൗജിഹാ, ഒരു ഭാര്യയും സുന്നത്തായ നോമ്പ് ഭർത്താവിന്റെ സമ്മതമില്ലാതെ എടുക്കാൻ പാടില്ല. അത് മതത്തിന്റെ നിയമമാണ്. അതിനെതിരാണ് ഭാര്യ ചെയ്തത്, തച്ചത് ശരിയാണ്. പിന്നെ ഏതാ മഹാനവറുകൾ പറയുന്നു, നബിയേ, അമ്മാ ഖൗലുഹാ ഇന്നി ലാ ഉസല്ലി ഹത്താ യത്ലുഅ അശംസ്, സൂര്യൻ ഉദിക്കാതെ നിസ്കരിക്കുകയില്ല എന്ന് പറഞ്ഞത് ലേശം കടത്തി പറഞ്ഞതാ. ഞങ്ങളെ സ്വഭാവം എന്താ? ഫാനഹുലു ബൈത്തിൻ ഖദ് ഉരിഫ ലനാ ദാലിക ലാ നകാദു നസ്തയഖിലു ഹത്താ തത്ലുഅ അശംസു. മഹാനവറുകൾ വിശദീകരിച്ച് പറഞ്ഞു, നബിയെ, ഞങ്ങൾ കാരക്കത്തോട്ടം കൃഷി ചെയ്യുന്നവരാണ്. ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് അത് നനക്കണം. നനക്കാൻ രാത്രിയിലാണ് ഞങ്ങൾ പോകുന്നത്. വളരെ വൈകിട്ടാണ് അതിന്റെ നനവൊക്കെ പൂർത്തിയായി വീട്ടിലേക്ക് തിരിച്ചു വരിക. അങ്ങനെ കടന്നുറങ്ങിയാൽ ലേശം അവ്വല് സുബൈക്ക് എഴുന്നേൽക്കാൻ കഴിയൂല, കുറച്ചങ്ങോട്ട് വൈകി പോകാറുണ്ട്, ഖളാ ആകുന്നതിന് മുമ്പൊക്കെ നിസ്കരിക്കലുണ്ട് എന്ന് വിശദീകരിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, അങ്ങനെ സംഭവിച്ചാൽ എഴുന്നേറ്റ് ഉടനെ നിസ്കരിക്കണേ, ഖളാ ആകാൻ കാക്കരുത് എന്നൊരു ഉപദേശം സഫ്വാന് കൊടുക്കുകയും ചെയ്ത്, അങ്ങനെ ആ പ്രശ്നം റസൂലുള്ള കേൾക്കുകയാണ്, പഠിക്കുകയാണ്, പരിഹരിക്കുകയാണ്. അപ്പോ ഇങ്ങനെയുള്ള ചെറിയ വിഷയങ്ങൾ പോലും പറഞ്ഞത് കേട്ടാൽ എന്താ തോന്നുക? ഇതിനി ഒരിക്കലും അടുക്കൂല. അപ്പൊ നമ്മളൊരു വിശദീകരണം 2 കൂട്ടരോടൊക്കെ ചോദിച്ചു നോക്കിയാൽ ചില്ലറ പ്രശ്നമായിരിക്കും, പരിഹരിക്കാൻ പറ്റിയ കേസായിരിക്കും. ചില കേട്ടാൽ നമുക്ക് കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് തോന്നിപ്പോ ആ ജാതി കേസായിട്ടാണ് ഇവർ അവതരിപ്പിക്കുക. അപ്പൊ അതൊന്നും പറയാതെ, ഭർത്താവിന്റെ കുറ്റും കുറവൊന്നും പറയാതെ ഉള്ളതിന് ശുക്ർ ചെയ്യുക. നിങ്ങൾക്കറിയോ, സയ്യിദുനാ നബിയുല്ലാഹി
ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ നബിയെയും ഉമ്മ ഹാജറ ബീവിയെയും മക്കയിൽ താമസിപ്പിച്ച് പോയ കഥയിൽ ഒരു സംഭവം ഉണ്ടല്ലോ. മഹാനവറുകൾ തിരിച്ചു വന്ന്